സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സ്ഥിരം അതിഥിയായി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ച ഉത്തരവ് മഹാരാഷ്ട്ര പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. ഇനി മുതൽ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി മുംബൈ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയും DGPയും നിർബന്ധമായും പങ്കെടുക്കണം. ഇരുവരും പങ്കെടുത്തില്ല എങ്കിൽ അവരുടെ പ്രതിനിധികൾ നിർബന്ധമായും ആ ചടങ്ങിൽ ഉണ്ടായിരിക്കണമെന്നാണ് മഹാരാഷ്ട്ര പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി അദ്ദേഹം മുംബൈ സന്ദർശിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമുള്ള ഗവായിയുടെ ആദ്യ മുംബൈ സന്ദർശനമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചത്തേത്. ആ ചടങ്ങിൽ ചീഫ് സെക്രട്ടറിയും DGPയും പങ്കെടുക്കാത്തത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന ആക്ഷേപമുയർന്നിരുന്നു. ചീഫ് സെക്രട്ടറിയും DGPയും പങ്കെടുക്കാത്തതിലുള്ള അതൃപ്തി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി തന്നെ ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്ത ചടങ്ങിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ ഒരു സർക്കുലർ ഈ മഹാരാഷ്ട്ര പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സർക്കുലർ പ്രകാരം 2004 ഈ സംസ്ഥാന അതിഥി ചട്ടം, അതായത് ഈ സംസ്ഥാനത്തെത്തുന്ന സർക്കാർ അതിഥികളെ സ്വീകരിക്കുന്നതുമായുള്ള ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്ക് ലഭിക്കും. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണം നൽകേണ്ടതുണ്ട്. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗമാണ് ആ സ്വീകരണം ഏർപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം സന്ദർശനത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകണമെന്നും ഈ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ഏതെങ്കിലും ഒരു ജില്ല സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള, അതായത് സംസ്ഥാനത്തിൻ്റെ സ്ഥിരം അതിഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ കളക്ടർമാർ ബാധ്യസ്ഥരായിരിക്കുമെന്നാണ് ഈ പുതിയ ചട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ഞായറാഴ്ച ഉണ്ടായ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയോട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗം അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തിയിരുന്നു. ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ടവർ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ അദ്ദേഹം മഹാരാഷ്ട്രയിലെ സ്ഥിരം അതിഥിയായിരിക്കുമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം.